എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ എല്ലാവർക്കും ഒരു തെറ്റ് പറ്റും. ആ തെറ്റ് പറ്റാത്തതായി ആരുമില്ല അല്ലേ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഒരു അക്കൗണ്ട് അല്ല, 2-3 കൂടുതൽ അക്കൗണ്ട് ഉണ്ട്. അതേപോലെ ഇമെയിൽ ID ആയിക്കോട്ടെ 3-4, അതേപോലെ ഒന്നിലൊന്നും അല്ല, അപ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ അവർക്ക് പറ്റാവുന്ന ഒരേ ഒരു മിസ്റ്റേക്കാണ്, എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും അവർക്ക് പാസ്വേഡ് മറന്നു പോകും. ആകെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം നോക്കാൻ പോകുമ്പോഴായിരിക്കും ആ പാസ്വേഡ് മറന്നു പോകുന്നു. അയ്യോ, ഭയങ്കര ടെൻഷനായിരിക്കും ആ ഒരു നിമിഷ നേരത്തേക്ക്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഭയങ്കര ടെൻഷനാവും. പിന്നെ എന്ത് ചെയ്യും, ഇനി പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ട വരുമോ, എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിരിക്കും. അപ്പം ഇനി അങ്ങനെ ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇനി അതാലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇമെയിൽ ID പാസ്വേഡും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ പാസ്വേഡ്, എത്ര അക്കൗണ്ട് ആയിക്കോട്ടെ അതിൽ മുഴുവൻ പാസ്വേഡ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടി കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പറ്റിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പാസ്വേഡ് എനിക്ക് ഇമെയിൽ ID മറന്നുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്തു നോക്കി. എനിക്കറിയില്ല, ഞാൻ തന്നെ എങ്ങനെയോ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഞാൻ അതാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാം കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ ഫോണിൽ ക്രോം ആപ്പ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ക്രോം. അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ 3 ഡോട്ട് ലൈനില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ സെറ്റിങ്സിലൊന്ന് അമർത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് വരും കേട്ടോ. അപ്പോൾ സെറ്റിങ്സിൽ അമർത്തുമ്പോൾ ഈ ഒരു പേജ് വരും. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് കാണും. ഇടയിലായിട്ടൊന്ന് പാസ്വേഡ് ആൻഡ് അതിൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നുണ്ട്. അതിലൊന്ന് നമുക്ക് അമർത്തി കൊടുക്കാം. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ്. അപ്പം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും. അപ്പം അതിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ പാസ്വേഡ് കണ്ടുപിടിക്കാം, അതേപോലെ ഗൂഗിളിൽ കണ്ടുപിടിക്കാം. ഗൂഗിൾ പറഞ്ഞ ഇമെയിൽ ID ആണ്. അപ്പം അതിൽ കേരള PSCയുടെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം അതിലേത് വേണമെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പം തൽക്കാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗൂഗിൾ ഇമെയിൽ ID പാസ്വേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. അങ്ങനെ നമ്മൾ ഗൂഗിളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ചൂസ് സ്ക്രീൻ ലോക്ക് എന്നാണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ ഏത് വേണം, പാറ്റേൺ വേണമെങ്കിൽ, പിൻ വേണമെങ്കിൽ, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കണ്ട. ഏത് പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതിൽ തന്നെ പാസ്വേഡ് ഒന്നുമില്ല, നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ തൽക്കാലം ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ്, അതേപോലെ ലെറ്റേഴ്സ് ആണെങ്കിൽ പേര്, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധയ്ക്ക് നമ്മൾ പുതിയ പാസ്വേഡാണ് ക്രിയേറ്റ് ചെയ്യണം, അല്ലാതെ പഴയ തന്നെ അടിച്ചു കൊടുക്കണം. എനിക്കത് അറിയില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാനിപ്പോൾ ചെറിയൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ തൽക്കാലം 1 2 3 4 ഒന്ന് അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും 2ാം കൺഫേം വരും. അപ്പം അപ്പോഴും ഇത് അടിച്ചു കൊടുക്കുക. ഇനി ഒരു തവണയും കൂടി അത് വരും. അപ്പോൾ ഒരു തവണയും കൂടി നമ്മൾ അത് വന്നതിന് ശേഷം അടിച്ചു കൊടുക്കണം കേട്ടോ. 1 2 3 4 എന്ന് വരും. അപ്പം നമ്മൾ അങ്ങനെ 3 തവണ ഇത് നമുക്ക് പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഓപ്ഷൻ വന്നതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. സന്ധ്യ രതീഷ് ഇമെയിൽ ID, അതേപോലെ തന്നെ പാസ്വേഡ് വരും. അതിൽ നമുക്ക് ഈ കണ്ണിൽ മറ്റേ കണ്ണുള്ള ചിഹ്നത്തിലൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ മെയിൽ ID പാസ്വേഡ് എന്ന് അറിയാം. അതേപോലെ ഇതേ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടുപിടിക്കാനും ചെയ്യുന്നത്. പക്ഷെ ഗൂഗിളിൻ്റെ പകരം ഇൻസ്റ്റഗ്രാം എന്ന ഓപ്ഷൻ എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.